മോഷൻ ഓഫ് എ ബോഡി അണ്ടർ ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്ന് പറയുന്ന സമയത്ത് ആരെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത്? യെസ്, നമ്മുടെ ഐസക് ന്യൂട്ടൺ അല്ലേ? അദ്ദേഹത്തിൻ്റെ തലയിൽ എന്താണ്, ആപ്പിൾ വീണില്ലായിരുന്നെങ്കിൽ മേ ബി ഈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ ആയിരുന്നു ആൾക്കാർ പറയുന്ന കേൾക്കുന്നത്. സോ എന്താണ് ഗ്രാവിറ്റി? ഈ ആപ്പിള് താഴോട്ട് വീഴുന്നത് എന്തുകൊണ്ടാണ്? പോട്ടെ, ഒരു തെങ്ങുമേൽ കയറുന്ന സമയത്ത് തേങ്ങ പറിക്കുമ്പോൾ അത് താഴോട്ട് തന്നെ വീഴുന്നത് എന്തുകൊണ്ടാണ്? മേലോട്ട് പോയിക്കൂടെ? എന്തുകൊണ്ടാണ് താഴോട്ട് വരുന്നത്? യെസ്, എന്തോ ഒരു ഫോഴ്സ് താഴോട്ടേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട് അല്ലേ? ആ ഫോഴ്സ് ആണെന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് ഞാനൊരു ഒബ്ജക്റ്റിൻ്റെ മേളിലോട്ട് എറിയാണ്. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി യു ആയിരിക്കും. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എന്തായിരിക്കും? വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. 0 ആയിരിക്കുമല്ലോ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആയിരിക്കും. ഒരു ഡൗട്ടും ഇല്ലായിരിക്കും. അപ്പോൾ ഞാൻ ഒരു എന്താണ് ആ പോകുന്നതിൻ്റെ ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ ഒരു പോയിന്റ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? വെലോസിറ്റി ഉണ്ടാവും അല്ലേ? ഒരു വെലോസിറ്റി ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു ഹൈറ്റും ഉണ്ടാവും. മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഹൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഹൈറ്റും ഉണ്ടാവും. നമുക്കറിയാം മേലോട്ട് പോകുന്നതിനനുസരിച്ച് സ്പീഡ് എന്താണ്? കുറഞ്ഞ് വരികയാണ് ചെയ്യുക അല്ലേ? അല്ലാണ്ട് സ്പീഡ് കൂടാണ് താഴോട്ട് തിരിച്ച് വരിക. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേളിലോട്ട് എറിഞ്ഞാൽ ഇല്ല. സോ നമുക്കറിയാം എന്താണ്? ഒരു സാധനം മുകളിലോട്ട് എറിഞ്ഞാലും അതിൻ്റെ സ്പീഡ് എന്താണ്? കുറഞ്ഞാണ് വരിക. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും? എന്തായിരിക്കും ആക്സിലറേഷൻ? നമുക്കറിയാം ഒരു സ്പീഡ് കുറയാന്ന് പറയുമ്പം അതിൻ്റെ വെലോസിറ്റിയും ആക്സിലറേഷനും എന്തായിരിക്കും? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലേ? വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? താഴോട്ടായിരിക്കും. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ആലോചിച്ചാൽ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞ ഒരു സാധനം അല്ലേ തിരിച്ച് താഴോട്ട് വരുന്നുണ്ട്. താഴോട്ട് വരിക എന്ന് പറയുമ്പം എന്തോ ഒരു സാധനം പിടിച്ച് വലിക്കുന്നുകൊണ്ടാണ് അല്ലേ? ഏതോ ഒരു ഫോഴ്സ് പിടിച്ച് വലിക്കുന്നുകൊണ്ടാണെന്ത് ആ സാധനം താഴോട്ട് വരുന്നത്. അപ്പം ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്കല്ലേ ആക്സിലറേഷൻ ഉണ്ടാവുക. സോ എന്താണ്? താഴോട്ടാണ് ഉണ്ടാവുക. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ആക്ടിങ് എന്താണ്? ഡൗൺവാർഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവാർഡ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈൻ എന്തായിരിക്കും? -g ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് സൈൻ ആയിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് മുകളിലോട്ട് പോകുന്ന കേസ് നോക്കാം. മുകളിലോട്ട് പോകുന്ന കേസിൽ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ത് ചേഞ്ചാണ് സംഭവിക്കുക നോക്കാം. യു ഇസ് ഈക്വൽ ടു എന്താണ്? പോസിറ്റീവ് യു ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് വി ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? പോസിറ്റീവ് ഹൈറ്റ് ആയിരിക്കും. ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. സോ എന്തായിരിക്കും? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എങ്ങനെയായിട്ട് മാറും? വി ഇസ് ഈക്വൽ ടു യു -GT അല്ലേ? എയുടെ സ്ഥാനത്ത് മൈനസ് കൊടുക്കും. -GT ആയിട്ട് മാറും. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്താവും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ -2gs ആവും. എസ് എന്താവും? എച്ച് അല്ലേ? എസിന് പകരം എച്ച് അല്ലേ? എച്ച്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്താവും? എസിന് പകരം എച്ച്. എച്ച് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് അല്ല മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇങ്ങനെയായിട്ട് മാറും നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇതിൻ്റെ കേസിൽ ഒരു ബോഡി മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇനി താഴോട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നോക്കാം. താഴോട്ട് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? താഴോട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു ബോഡി താഴോട്ട് വരികയാണ്. താഴോട്ട് വരുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? പറയൂ. 0 ആയിരിക്കില്ലേ? ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. വെലോസിറ്റി v ആയിരിക്കും. ഹൈറ്റ് എന്തായിരിക്കും? h ഉണ്ട്. താഴോട്ട് വരുന്ന കേസിൽ ഇപ്പോൾ തൽക്കാലം 0 ആക്കി എടുക്കുന്നില്ല.
യു തന്നെയാണ് വിചാരിച്ചോ. ഒരു ജനറൽ കേസ് പറയാൻ വേണ്ടിയിട്ടാണ്. യു എന്തായിരിക്കും? നെഗറ്റീവ് യു ആയിരിക്കും. മേളിലോട്ട് പോകുന്നത് പോസിറ്റീവ് ആണെങ്കിൽ താഴോട്ട് വരുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ? സോ നെഗറ്റീവ് യു ആയിരിക്കും. വെലോസിറ്റി എന്തായിരിക്കും? -v ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? -h ആയിരിക്കും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? പറഞ്ഞേ, ആക്സിലറേഷൻ എന്തായിരിക്കും? ജി ആണോ? ജി എന്ന് പറയുന്ന ആരൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ. ജി ആണോ? ഒന്ന് ആലോചിച്ചേ. ജി ആയിരിക്കുമോ? അല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ് ആണ്. സോ എന്തായിരിക്കും? -g തന്നെയാണ്. ഓക്കെ, ഇതൊരിക്കലും മാറിപ്പോവരുതേ. ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ് ആണ്. സോ v = u + at എന്താവും? എന്തായിരിക്കും? യെസ്, -v = -u - gt അല്ലേ? ഇതിനെ എന്താണ്? മൊത്തമായിട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. മൊത്തം. സോ എനിക്ക് എന്ത് കിട്ടും? v = u + gt എന്ന് കിട്ടും. v = u + gt എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ v² = u² + 2gh എന്ന് കിട്ടത്തില്ലേ? s = ut + ½ gt² ആയിരിക്കും അല്ലേ? ഇതേപോലെ നമുക്ക് ചെയ്താൽ മതി. ചെയ്യുന്നില്ല ഞാൻ. v² = u² + 2gh ആയിരിക്കും. s = ut + ½ gt² ആയിരിക്കും. മനസ്സിലായോ? താഴോട്ട് വരുന്ന കേസിൽ ഒക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ് ആണ്. ഓക്കെ, നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഈ ആപ്പിളിൻ്റെ മുകളിൽ ആപ്പിളിന് ആരോ താഴോട്ട് പിടിച്ച് വലിക്കുന്നത് കൊണ്ടാണ് എന്ത്? ആപ്പിൾ താഴോട്ട് വീഴുന്നത് അല്ലേ? അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ആ ആളെന്ന് നമുക്ക് മനസ്സിലായി. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 9.8 m/s² ആണ്. അതായത് ഓരോ സെക്കൻഡിലും അതിൻ്റെ വെലോസിറ്റി 9.8 m/s വെച്ചിട്ടാണ് എന്ത്? ഇൻക്രീസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ സെക്കൻഡിൽ 9.8 ആയിരിക്കും, രണ്ടാമത്തെ സെക്കൻഡിൽ എന്താവും? 2 × 9.8 ആവും, മൂന്നാമത്തെ സെക്കൻഡിൽ 3 × 9.8 ആവും. അങ്ങനെ ഓരോ സെക്കൻഡ് കഴിയുന്നതോറും അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 9.8 വെച്ച് കൂടി വരും. ഓക്കെ, ഇവിടെ നോക്കിയാൽ when a body moves under the action of Earth's gravitational field alone, the body is said to be freely falling. ഓക്കെ, എന്താണ് ഫ്രീലി ഫോളിങ്? മനസ്സിലായാലും. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ എയർ ഒന്നും ഇല്ലെങ്കിൽ, ഓക്കെ, എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇതിൽ മാത്രമാണ് വരുന്നതെങ്കിൽ ആ ഒരു ബോഡി നമുക്ക് എന്തിലാണെന്ന് പറയാം? ഫ്രീലി ഫോളിങ്ങിലാണെന്ന് പറയാം. ഓക്കെ, എന്താ നമ്മൾ നേരത്തെ പറഞ്ഞത്? ആക്സിലറേഷൻ ഡ്യൂറിങ് ഫ്രീ ഫോൾ എന്തായിരിക്കും? a = -9.8 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുന്ന സമയത്ത് 9.8 ആയിരിക്കും. സൈനും കൂടി നോക്കുന്ന സമയത്ത് -9.8 ആയിരിക്കും വരിക. ഓക്കെ, ഇതാ എ ബോഡി ഈസ് ഡ്രോപ്പ്ഡ് ഫ്രം ഹൈറ്റ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആൻഡ് a = g. ദെൻ -g ആണ്. ദ ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിട്ട് മാറും? v = u + gt ആയിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ? ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത്. സോ u എന്തായി? 0 ആയി. സോ നമുക്ക് എന്ത് കിട്ടും? v = gt എന്ന് കിട്ടും. അതേപോലെ തന്നെ s = ut + ½ at² ആണ്. സോ s എന്താവും? h ആവും, -h ആവും. u എന്താവും? 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ടേം ഫുള്ള് 0 ആയിട്ട് മാറും. + ½ × -g t². അതായത് എന്ത് കിട്ടി? -h = -½ gt². ത്രൂ ഔട്ട് ഞാൻ നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എനിക്കെന്ത് കിട്ടും? h = ½ gt². നോക്കൂ, അതല്ലേ കിട്ടിയത്? h = ½ gt². അടുത്തതും കൂടി കാണിച്ചു തരാം. v² = u² + 2as എന്താവും? -v² = -u² - 2gh ആണല്ലോ. സോ നെഗറ്റീവ് വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് v² അല്ലേ? എന്താവും? പോസിറ്റീവായിട്ട് മാറും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ? അതൊക്കെ ഞങ്ങളൊരു പാട്ട് പാടിയാണ് പഠിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതൊക്കെ? എന്താണ്? നേ പോ നേ പോ നേ പോ, കേട്ടിട്ടുണ്ടോ? നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്തായിരിക്കും? നേ പോ നേ കിട്ടും, നെഗറ്റീവ് കിട്ടും. ഓക്കെ, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ത് കിട്ടും എനിക്ക്? നേ പോ നേ. പോ പോ പോ.
ഇതാണ് പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ത് കിട്ടി? പോസിറ്റീവ് കിട്ടി. ഇതെന്ത് കിട്ടി? നേ നേ പോ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ത് കിട്ടി? പോസിറ്റീവ് കിട്ടി. ഇതൊക്കെ ഞങ്ങൾ ഭയങ്കര രസമാണ്, ഇങ്ങനെ പാട്ടൊക്കെ ആക്കി പഠിച്ച് ഒരിക്കലും നമ്മൾ മറക്കില്ല. ഓക്കെ, നേ പോ നേ പോ നേ പോ നേ നേ പോ. ഓക്കെ, പോ പോ പോ. ഓക്കെ, അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൾ ടു യു സ്ക്വയർ പ്ലസ് 2gh. ഓക്കെ, വി സ്ക്വയർ ഈസ് ഈക്വൾ ടു യു സ്ക്വയർ പ്ലസ് 2gh. യു സ്ക്വയർ എന്താണ്? 0 അല്ലേ? സോ വി സ്ക്വയർ ഈസ് ഈക്വൾ ടു 2gh. വി സ്ക്വയർ ഈസ് ഈക്വൾ ടു 2gh. മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ? മോഷൻ ഓഫ് അണ്ടർ ഗ്രാവിറ്റി ഒക്കെ മനസ്സിലായോ? അതായത് ഓരോ സെക്കൻഡിലും 9.8 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ടായിരിക്കും ഇത് കൂടുക, വെലോസിറ്റി കൂടുക. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരിക്കലും എന്താണ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഉറുമ്പിനെയും ആനേനെയും പിടിച്ച് ഞാൻ ഒരുമിച്ച് താഴോട്ടിടുക വിചാരിച്ചു. ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരു ഉറുമ്പിനെയും ഒരു ആനേനെയും ഒരുമിച്ച് താഴോട്ടിട്ടു. എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ അതെന്തായിരിക്കും? രണ്ടും ഒരേ ടൈമിൽ എന്തെത്തും? താഴെത്തും. ഓക്കെ, അതാണ് പറഞ്ഞത് എന്ത്? മാസിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് നമ്മുടെ ചാപ്റ്റർ അങ്ങനെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു 3 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ എടുത്തതെന്ന്. വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഗ്രാഫിക്കൽ അനാലിസിസ്, പിന്നെ ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പം 3 കാര്യങ്ങളും നമ്മളെടുത്ത് തീർത്തു. സോ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഒരിക്കലും പഠിക്കരുത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്താൽ നമുക്ക് പക്കയായി സെറ്റായി. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പോയാലോ? ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾ എന്താണ് ഒരിക്കലും ഒറ്റ പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പോകരുത്. മനസ്സിലായാൽ കുഴപ്പമില്ല, മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എപ്പോൾ വായിക്കുമ്പോഴാണോ മനസ്സിലാവുന്നത് അത്രയും തവണ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അത്രയും ടൈംസ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. ടൈം പോകുന്നൊന്നും നോക്കണ്ട, വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഓരോരുത്തർ അപ്രോച്ച് ചെയ്യുന്നത് മനസ്സിലാക്കുക. അതിനുശേഷം ഓക്കെ, ആൻസർ ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കാതെ എങ്ങനെയാണ് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്നത് മനസ്സിലാക്കുക. എനിക്ക് ഫിസിക്സും മാത്സും ഒക്കെ ഭയങ്കര ടഫായിരുന്നു. ടഫ് എന്ന് വെച്ചാൽ അതിന് വെറുതെ വിടായിരുന്നു ഞാൻ. അപ്പോഴാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ട്രൈ ചെയ്ത് നോക്കണം. അല്ലാണ്ട് വെറുതെ നമ്മൾ ടീച്ചർ ക്ലാസ്സിലെടുക്കുന്ന മാത്രം നോക്കിപ്പോയാൽ ഒന്നും നടക്കില്ല. നമ്മൾ അതിനെ ട്രൈ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഒരിക്കൽ ഫിസിക്സും കെമിസ്ട്രിയും ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നിങ്ങളുടെ വഴിക്ക് വരും. സോ അത്രയും തവണ ട്രൈ ചെയ്യാം. ഓക്കെ, പോയാലോ? വരൂ. എ കാർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 126 km/h is brought to a stop within a distance of 200 meters. What is the retardation of the car and how long does it take for the car to stop? എന്താണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്? തന്നിരിക്കുന്ന കാര്യങ്ങൾ ഫുള്ള് എഴുതി വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ അറിയാത്ത ആൾക്കാർക്ക് പോയാണെങ്കിലും തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ അരമാർക്കെങ്കിലും തരാതിരിക്കില്ല. സോ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. എന്താണ്? എ കാർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് യു എന്താണ്? 126 km/h ആണ്. ടു സ്റ്റോപ്പ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 200. ഡിസ്റ്റൻസ് എന്താണ്? 200 മീറ്റർ ആണ്. സ്റ്റോപ്പായി എന്ന് പറയുന്നുണ്ട് അല്ലേ? സ്റ്റോപ്പായി എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ വെലോസിറ്റി 0 ആണെന്ന് കിട്ടും. ആണല്ലോ. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റോപ്പായി എന്നൊക്കെ പറയുന്ന സമയത്ത് വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരു ബോഡി എന്താണ് താഴോട്ട് ഇടുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായല്ലോ? വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ ആൻഡ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ കാർ ടു സ്റ്റോപ്പ്? ഹൗ ലോങ് എന്താണ്? ടൈമാണ് നമുക്കിവിടെ കാണേണ്ടത്. ഓക്കെ, എന്താണ്? ടൈമാണ് കാണേണ്ടത്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയുന്നത്. ഇവിടെ എന്താണ്? km/h ഫസ്റ്റ് നമുക്ക് km/h എന്താക്കണം? m/h കൺവേർട്ട് ചെയ്യണം. അതായത് ഒരു 126 km/h അല്ലേ? അപ്പോൾ m/h കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പം
ഇതെന്താക്കുകയാണ്, ഞാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏകദേശം എനിക്ക് എത്ര കിട്ടും, ഒരു 35 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, 35 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. സോ യു എന്ത് എനിക്ക് കിട്ടി, 35 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നമുക്ക് എന്താക്കാം, ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഏത് ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യും, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏത് ഇക്വേഷൻസ് യൂസ് ചെയ്യും? v is equal to u plus at, v square is equal to u square plus 2as, s is equal to ut plus half at square. ഇത്രയും ഇക്വേഷൻസ് ആണെന്ത് നമ്മുടെ കയ്യിലുള്ളത്. ഇതിലേത് നമ്മൾ യൂസ് ചെയ്യും? നോക്കിക്കേ, എന്തൊക്കെയാണ് നമുക്ക് അറിയുന്നത്? യു അറിയാം അല്ലേ, ടി ആണ് കാണേണ്ടത്. പിന്നെന്താ അറിയാം നമുക്ക്, പറയൂ. വി അറിയാം. ആക്സിലറേഷൻ നമുക്ക് അറിയില്ല, പക്ഷേ ആക്സിലറേഷൻ എന്താണ്, എല്ലാ ഇക്വേഷനിലും ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ആക്സിലറേഷൻ കണ്ടെത്തണം. ആക്സിലറേഷൻ കണ്ടെത്തുക എങ്ങനെയാണ്? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു, പറയൂ ഫസ്റ്റ് ആക്സിലറേഷൻ നമ്മൾ എങ്ങനെ കണ്ടെത്തും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as വെച്ച് നമുക്ക് ആക്സിലറേഷൻ കണ്ടെത്തിക്കൂടെ? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, that is v square minus u square is equal to 2as. So a is equal to v square minus u square divided by 2s. v എന്താണ്, 0 square minus 35 square divided by 2 into 200. So എത്രയാണ്? 35 സ്ക്വയർ എത്രയാണ്? നോക്കൂ 35 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1225 ഡിവൈഡ് ബൈ 400 അല്ലേ, 400. ഏകദേശം എനിക്ക് എത്ര കിട്ടി? 3.06 കിട്ടി. ഒരു മൈനസ് ഉണ്ടല്ലോ, ആ മൈനസ്. ഈ മൈനസ് സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റിട്ടാർഡേഷൻ ആണെന്നാണ്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റിട്ടാർഡേഷൻ ആണ്. ഓക്കെ, അപ്പം ഈ മൈനസ് സൈൻ എന്താണ്? റിട്ടാർഡേഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് 3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താലോ. v is equal to u plus at വെച്ച് നമുക്ക് കണ്ടെത്താം. v minus u by a is equal to t അല്ലേ. v എന്താണ്? 0 മൈനസ് u എന്താണ്? 35 ഡിവൈഡഡ് ബൈ a എന്താണ്? മൈനസ് 3.06. യെസ്, നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോൾ. ദാറ്റ് ഈസ് 35 ഡിവൈഡ് ബൈ 3.06. എത്ര വരും ഏകദേശം? നോക്കിയേ, 35 ഡിവൈഡ് ബൈ 3.06. യെസ്, ഏകദേശം നമുക്ക് 11.4 സെക്കൻഡ് കിട്ടും. ഓക്കെ, ടൈം മനസ്സിലായോ? ഞാൻ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്തതെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു ശേഷം എന്താക്കി, തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതി എന്താ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെച്ചു. ശേഷം കിലോമീറ്റർ പെർ ഹവറുള്ള ആളെ ഞാൻ എന്താക്കി, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. അതിനുശേഷം ഞാൻ എന്താക്കി, തന്നിരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ആലോചിച്ചു. ഏത് ഇക്വേഷൻസ് കൊടുത്താലാണ് എനിക്ക് കിട്ടുക നോക്കി. ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടില്ല, ആക്സിലറേഷൻ ഇല്ലാത്ത ഒരു ഇക്വേഷൻ നമുക്ക് ഇല്ല. സോ ആദ്യം ഞാൻ എന്താക്കി, ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് വെച്ചുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ എന്താക്കി, ആക്സിലറേഷൻ കണ്ടെത്തി. ഓക്കെ, മൈനസ് റിട്ടാർഡേഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി. സോ അതിനുശേഷം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഞാൻ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ, എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവസാനം എനിക്ക് എന്ത് കിട്ടി? ടി ഇസ് ഈക്വൽ ടു 11.4 സെക്കൻഡ് എന്ന് കിട്ടി. മനസ്സിലായോ? എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്ത് വരുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A ball thrown vertically upward after reaching a maximum height returns to the starting point. After a time of 10 seconds, its displacement is. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കാണേണ്ടത്.
പറഞ്ഞിരിക്കുന്നതാണ് ഒരു ബോൾ എന്താണ് വെർട്ടിക്കലി അപ്വാർഡേക്ക് പ്രൊജക്റ്റ് ചെയ്തു അല്ലേ, ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ് ആഫ്റ്റർ റീച്ചിങ് ആ മാക്സിമം ഹൈറ്റിലെത്തി റിട്ടേൺസ് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, എന്താണ് തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്നു, ടൈം 10 സെക്കൻഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണല്ലേ. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണല്ലോ. സോ നമ്മുടെ ഫൈനൽ ഏതാണ്, ഇവിടെ. ഇനീഷ്യൽ ഏതാണ്, ഇവിടെ. നമുക്കറിയാം ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി തിരിച്ച് അതേ സ്ഥലത്തിന് എത്തിയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. നമുക്കറിയാം മക്കളെ, അറിയാം. സോ നമുക്ക് ആൻസർ എന്താണ്, ഇവിടെ 0 ഉണ്ട്. സോ 0 ഈസ് ദി കറക്റ്റ് ആൻസർ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. സോ ഫൈനലും ഇനീഷ്യലും ഇവിടെ എന്താണ്, സെയിം പോയിന്റ് ആണ്. സോ എന്താണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തിരിച്ചെത്തിയാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ 0 ആണെന്ന് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബസ് ഡിക്രീസസ് ഇറ്റ്സ് സ്പീഡ് ഫ്രം 18 km/h to 16 km/h in 5 seconds. Find the acceleration of the bus. എന്താണ്, ഡിക്രീസ് ഇറ്റ് സ്പീഡ് ഫ്രം u is equal to 18 km/h ആണ്. ടു ഫൈനൽ വെലോസിറ്റി എന്താണ്, 16 km/h ആണ്. ടൈം എന്താണ്, 5 സെക്കൻഡ് ആണ്. പറഞ്ഞിരിക്കുന്നത് ആക്സിലറേഷൻ കാണാനാണ്. ഓക്കെ, പറഞ്ഞു ഇവിടെ എന്താണ്, km/h തന്നിരിക്കുന്നത്. സോ ഇതിനെ m/s മാറ്റണം. സോ 18 ഇൻറ്റു എന്തായിരിക്കും, 5/18 ആയിരിക്കും. 18 ഇൻറ്റു 5/18 എന്ന് പറയുമ്പം ഏകദേശം എത്ര വരും, 5×8=40 അല്ലേ, 400 / 18. സോ സംതിങ് 22.2 സംതിങ് ആണെന്ന് തോന്നുന്നു. നോക്കാം, 22.2 സംതിങ് നോക്കാം. 400 / 18, യെസ് 22.2 സംതിങ് ആണ്, 2 ആണ് വരുന്നത്. അതേപോലെ തന്നെ 16 എന്താണ്, 16 ഇൻറ്റു 5/18 ചെയ്യുന്നു. സോ 300 / 18 ഈക്വൽ ടു എത്രയാണ്, 300 / 18 16.67 സംതിങ് വരും, 16.67. ഓക്കെ, m/s 22.2 m/s 16.67 m/s ആണ് നമുക്ക് കിട്ടുന്നത്. ടൈം എന്താണ്, 5 സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ ആണ് കാണേണ്ടത്. നമുക്കറിയാം എന്ത്, v is equal to u plus at ആണ്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ട്. വെലോസിറ്റി നമുക്കറിയാം, ഫൈനൽ അറിയാം, ഇനീഷ്യൽ അറിയാം, ആക്സിലറേഷൻ ആണ് കാണേണ്ടത്, ടൈം അറിയാം. സോ നമുക്ക് ഈ എന്താണ് ഇക്വേഷൻ സ്യൂട്ടബിൾ ആണ്. വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v മൈനസ് u/t ആണ്. സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി എന്താണ്, 16.67 മൈനസ് 22.2 ഡിവൈഡ് ബൈ ടൈം എത്രയാണ്, 5 ആണ്. 5 ഇസ് ഈക്വൽ ടു 16 മൈനസ് 16.67 മൈനസ് 22.2 എത്ര കിട്ടും, -1.1 സംതിങ് കിട്ടും, m/s². ഓക്കെ, -1.1 m/s² ആണെന്ത് നമ്മുടെ ആക്സിലറേഷൻ കിട്ടുന്നത്. മനസ്സിലായോ അല്ലേ? 16 മൈനസ് യെസ് -1.1 m/s² കിട്ടും. എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് മനസ്സിലായല്ലോ. u തന്നിട്ടുണ്ട്, വെലോസിറ്റി ഫൈനലും തന്നിട്ടുണ്ട്. സോ അത് രണ്ടും എടുത്ത് എഴുതി. km/h ഉള്ളത് ഞാൻ m/s മാറ്റി. ടൈം തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. v is equal to u plus at എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തു. സോ ആക്സിലറേഷൻ is equal to v minus u/t ആയിരിക്കും. സോ ഇക്വേഷൻസിൽ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫൈനൽ വാല്യൂസ് എന്ത് കിട്ടി,
-1.1 കിട്ടി. എങ്ങനെയാണ് മനസ്സിലായോ അത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A train is traveling at a speed of 19 km per hour. Brakes are applied so as to produce a uniform acceleration of 0.5. ഇത് മൈനസ് ആണ്, ഈ മൈനസ് ആണ്, -0.5 meter per second square. Find how far the train will go before it is brought to rest. How far ഉണ്ടോ? ഇവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണേണ്ടത്. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? Traveling at a speed of 19 km per hour. Brakes are applied so as to produce a uniform acceleration. Acceleration എന്ന് പറയുന്നത് -0.5 meter per second square ആണ്. Okay. How far the train will go before it is brought to rest. കിലോമീറ്റർ പെർ ഹവറിന് എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. സോ 19 ഇൻറ്റു 5/18 = ഇത്രയാണ് 25 സംതിങ് ആ വരാൻ തോന്നുന്നു അല്ലേ? 19 × 5, യെസ് 25 meter per second കിട്ടി. S is equal to 2 ways. ടൈം നമുക്കറിയില്ല. വെലോസിറ്റി എന്നാണ്, സ്റ്റോപ്പാണ്, ബ്രേക്സ് അപ്ലൈ ചെയ്യുന്നത് പറയുമ്പോൾ U is equal to V is equal to 0 ആയിരിക്കും. സോ V square is equal to U square plus 2AS. സോ എന്താണ്? 0 square is equal to 25 square plus 2 into -0.5 into S. സോ 25 square എന്ന് പറയുമ്പോൾ 0 is equal to 625 minus 2 into 0.5S. സോ ഇതിന് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. സോ എനിക്ക് എന്ത് കിട്ടി? 2 into 0.5 S ആണ് ഇത്. is equal to 625. S is equal to 625 divided by 2 into 0.5. 2 into 0.5 എത്രയാണ്? 1 അല്ലേ? സോ S is equal to 625 meter എന്ന് കിട്ടി. മനസ്സിലായോ എങ്ങനെയാണ് കിട്ടിയതെന്ന്? എങ്ങനെയാണ്? യെസ്, ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 19 km ആണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 19 km per hour ആണ്. സോ അതിനെന്താക്കി? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് 25 meter per second എന്ന് കിട്ടി. ബ്രേക്സ് ആർ അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായിരിക്കും? വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0.5 meter per second square. എന്താണ് നമുക്ക്? ഹൗ ഫാർ ദ ട്രെയിൻ വിൽ ഗോ ബിഫോർ ഇറ്റ് ഈസ് ബ്രോട്ട് ടു റെസ്റ്റ്. റെസ്റ്റിൽ പോകുന്നതിന് മുമ്പ് പോകുന്ന ആ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കാണേണ്ടത്. സോ S ആണ് നമുക്ക് കാണേണ്ടത്, മനസ്സിലാക്കി. V square is equal to U square plus 2AS എന്ന് പറഞ്ഞ ഇക്വേഷൻ സെലക്ട് ചെയ്തു. കാരണം എന്താണ്? ടൈം നമുക്ക് തന്നിട്ടില്ല. ബാക്കി 2 ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ടൈം ആവശ്യമാണ്. സോ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. സോ ഞാൻ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തു. എല്ലാ വാല്യൂസും കൊടുത്തു നമുക്ക് അവസാനം എന്ത് കിട്ടി? ഹൗ ഫാർ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ്, ദ ഏരിയ അണ്ടർ ആക്സലേഷൻ ടൈം ഗ്രാഫ് ഗീവ്സ്. എന്താണ് ഏരിയ അണ്ടർ കിട്ടുക? ഏരിയ അണ്ടർ ആക്സലേഷൻ ടൈം ഗ്രാഫ്, ആക്സലേഷൻ ടൈം ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ആക്സലേഷൻ ഇൻറ്റു ടൈം എന്ത് കിട്ടും നമുക്ക്? ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെയായിരുന്നു? യെസ്, ആക്സലേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. സോ ഇതിനെ അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് AT ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും എന്ത് തരിക? ഏരിയ അണ്ടർ ആക്സലേഷൻ ടൈം ഗ്രാഫ് തരികയെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. എന്ന് പറയുമ്പോൾ നമുക്കറിയാം U എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് ആക്സിലറേറ്റ്സ് യൂണിഫോംലി ടു എ സ്പീഡ് ഓഫ് 118 km per hour. V എന്താണ്? 118 km per hour ആണ്. എന്താക്കണം? എനിക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. 118 × 5/18. സോ എന്ത് കിട്ടും? 15 meter per second എന്ന് കിട്ടും. ഓക്കെ, ഇൻ 10 സെക്കൻഡ് ആണ്. സോ ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഈസ് ഇൻ ദിസ് ടൈം ഇൻ്റർവൽ. ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. സോ S എന്താണ് കാണേണ്ടത്?
ഓക്കെ, എങ്ങനെ കാണും? ടൈം തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. എസ് ഇസ് ഈക്വൽ ടു ആക്സലേഷൻ കാണണം നമുക്ക് അല്ലേ. ആക്സലേഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? വി മൈനസ് യു ബൈ ടി അല്ലേ. വി എന്ന് പറയുന്നത് എന്താണ്? വി എന്ന് പറയുന്നത് 180 അല്ല, നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ട് 15 കിട്ടിയിട്ടുണ്ട്. സോ 15 ബൈ 10 നമുക്ക് എന്ത് കിട്ടി? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ത് ആക്സലറേഷൻ എന്ന് മനസ്സിലായി. സോ നമുക്ക് ഇനി എസ് കാണാം. നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഏത് ഇക്വേഷൻ വേണേൽ യൂസ് ചെയ്യാം. ഏത് ഇക്വേഷൻ അല്ല, എസ് വരുന്ന ഇക്വേഷൻ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ. വി സ്ക്വയർ എന്താണ്? 15 സ്ക്വയർ. 15 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 പ്ലസ് 2 ഇൻറ്റു ആക്സലറേഷൻ എത്രയാണ്? 5 ഇൻറ്റു എസ്. എസ് അറിയില്ല. സോ 100 ഇസ് ഈക്വൽ ടു 10s. So s is equal to by 10. 250 മീറ്റർ ആണെന്ന് കിട്ടും. ഓക്കെ, 250 മീറ്റർ ആണെന്ന് കിട്ടും. ഏത് ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ടൈം നമ്മൾ കൊടുക്കുന്നല്ലോ, ടൈം തന്നിട്ടുണ്ട്. ഓക്കെ, ഏത് ഇക്വേഷൻ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളിലുള്ള ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്താം. ഓക്കെ, ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി ദ വെർട്ടിക്കൽ വെലോസിറ്റി അറ്റ് 5th സെക്കൻഡ് ഈസ്. ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്. ഓക്കെ, ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയിൽ യു എന്തായിരിക്കും? 0 ആണെന്നറിയാം. വി ആണ് നമുക്ക് കാണേണ്ടത്, വെർട്ടിക്കൽ വെലോസിറ്റി ആണ് കാണേണ്ടത്. ടൈം എന്താണ്? 5 ആണ് തന്നിട്ടുണ്ട്, 5 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ആയിരിക്കും മൈനസ് ജി അല്ലേ, അതായത് എന്താ പറയുക, -9.8 ആയിരിക്കും. ജിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയില്ലേ, 9.8 ആണ്. സോ ഫ്രീലി ഫോളിംഗ് ബോഡി വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എക്ക് വരെ എന്താവും? ജി ടി ആവും അല്ലേ, ജി ടി. സോ യു എന്താണ്? 0 ആണ്, പ്ലസ് -9.8 ഇൻറ്റു 5. സീക്വൾട്ട് എത്രയാണ്? 9.8 ഇൻറ്റു 5 എത്രയാണ്? 9.8 ഇൻറ്റു 5 മൈനസ് 49 വെലോസിറ്റി അല്ലേ, മീറ്റർ പെർ സെക്കൻഡ്. ഈ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ബോഡി താഴോട്ടേക്കാണ് വരുന്നത് എന്നുള്ളത് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, -49. മനസ്സിലായോ? എന്താണ് നമ്മളോട് ചോദിച്ചത്? വെർട്ടിക്കൽ വെലോസിറ്റി, അതായത് ഫൈനൽ വെലോസിറ്റി കാണാനാണ്. 5th സെക്കൻഡിൽ ടൈം നമുക്കറിയാം, 5th സെക്കൻഡ് തന്നിട്ടുണ്ട്. ഒരു ബോഡി താഴോട്ട് വീഴുകയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ യു ഇസ് ഈക്വൽ ടു 0. നമ്മൾ ക്വസ്റ്റ്യനിൽ ആരും പറയില്ല. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഇത് മനസ്സിലാവാത്ത ഒരാൾക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം യുവും തപ്പി നടക്കും. സോ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ നമുക്കറിയാം ആക്സലേഷൻ എന്താണ്? ജി അല്ലേ, 9.8 ആണ്, -9.8 ആണ്, കാരണം ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ് ആണ്. സോ അതിനുശേഷം നമ്മൾ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 8 എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്തു. എക്ക് വരെ എന്താവുന്നത്? ജി ആയിട്ട് മാറും. നമ്മൾ ഇക്വേഷൻസിൽ വാല്യൂസ് പുട്ട് ചെയ്തു. -49 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഈ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? യെസ്, ഒബ്ജക്റ്റ് താഴോട്ടാണ് വരുന്നത്, വെലോസിറ്റി താഴോട്ടാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ ഫസ്റ്റ് 10 seconds of a body's motion, the velocity changes from 10 meter per second to 20 meter per second. During the next 30 seconds, the velocity changes from 20 meter per second to 50 meter per second. What is the average acceleration in meter per second square? Question വല്ലത് മനസ്സിലായോ? ഇല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി വായിക്കുക. In the first 10 seconds of a body's motion, the velocity changes from 10 meter per second to 20 meter per second. During the next 30 seconds, the velocity changes from 20 meter per second to 50 meter per second. What is the average acceleration? എന്തായാലും ആക്സലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, മനസ്സിലാക്കി. ഫസ്റ്റ് 10 സെക്കൻഡ്, അതായത് T1 10 സെക്കൻഡ് ബോഡിയുടെ മോഷൻ എന്ന് പറയുന്നത് എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡ്
20 meter per second ആയി. ഡ്യൂറിങ് ദ നെക്സ്റ്റ് 30 സെക്കൻഡ്, അതായത് T2 എന്ന് പറയുന്നത് 30 സെക്കൻഡിൽ എന്തായി, അതിൻ്റെ വെലോസിറ്റി എന്തായി 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് എന്തായി 50 മീറ്റർ പെർ സെക്കൻഡായി. 50 മീറ്റർ പെർ സെക്കൻഡായി. എന്താണ് ഏവറേജ് ആക്സലറേഷനാണ് കാണേണ്ടത്. ഏവറേജ് കാണാൻ നമുക്കറിയാം എന്താണ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ ഏവറേജ് ആണോ ഞാൻ പറഞ്ഞത്, ചേഞ്ചോ? ചേഞ്ച് അല്ലേ ഞാൻ പറഞ്ഞത്. ഏവറേജ് എന്ന് വെച്ചാൽ എന്താണ് ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ. അപ്പോൾ ഇതിലെ ഏവറേജ് കാണും. ഇതിലെ ഏവറേജ് എന്താണ് വെലോസിറ്റി. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ. ദാറ്റ് ഈസ് 20 മൈനസ് 10 ഡിവൈഡഡ് ബൈ 10. എത്രയാണ്? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും എനിക്കിതിൽ. ഇവിടെ ഇതേപോലെ തന്നെ വെലോസിറ്റി കാണും, ആക്സലറേഷൻ കാണും, ഡെൽറ്റ വി ബൈ ടി ആണ്. സോ 15/20 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ് 30 ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെ കിട്ടും. ഇനി ഇതിലെ ആവറേജ് കാണും, ആവറേജ് ആക്സലറേഷൻ ആവറേജ് ആക്സലറേഷൻ ആണ്, അതുകൊണ്ടാണ് എ എഴുതിയത്. സോ 1 + 1 ബൈ ടോട്ടൽ എത്ര 1 ഉണ്ട് 2. സോ 2/2 ഇസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്ത് കിട്ടി? ആവറേജ് ആക്സലറേഷൻ എന്ത് കിട്ടി? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഇല്ലെങ്കിൽ ഈ ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് 13 ആണ്. ഇവിടെ ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് 17 ആണ്. സോ or average acceleration is equal to 17 minus 13 divided by change in velocity divided by change in time അല്ലേ. ടൈം എത്രയാണ്? ടോട്ടൽ ടൈം എത്രയാണ്? ടോട്ടൽ ടൈം ടേക്കാണ് 14 ആണ്. സോ എത്രയാണ് 14 ഡിവൈഡ് ബൈ 14 ഇസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ സെയിം തന്നെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ് വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി u. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ്. എന്താണ് ടൈം ടേക്കൺ ആണ് കാണേണ്ടത്. എന്താണ് ഒരു ബോൾ എന്താണ് വെർട്ടിക്കലി അപ്വാർഡേക്ക് പ്രൊജക്റ്റ് ചെയ്യാണ്. വെർട്ടിക്കലി അപ്വാർഡേക്ക് പോയി വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി u. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ് u ആണ്. സോ എന്താണ് ഫൈനൽ വെലോസിറ്റി ഒബ്വിയസ് ആയിട്ടും 0 ആയിരിക്കും, കാരണം അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ. ദ ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ്. ടൈമാണ് കാണുന്നത്, മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന ടൈം. ഓക്കെ, അപ്പം ആക്സിലറേഷൻ എന്തായിരിക്കും -g ആയിരിക്കും അല്ലേ. -g ആയിരിക്കും. സോ v is equal to u plus gt. v is equal to u minus gt. എ എന്ന് പറയുന്നത് മൈനസ് അല്ലേ, എ. ഇനി v എന്താണ് 0 ആണ്. is equal to u minus gt. ഇതിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു. സോ എനിക്കെന്ത് കിട്ടി? gt is equal to u. സോ ടൈം is equal to എന്ത് കിട്ടി? u/g. സോ മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന ടൈം എന്താണ്? t is equal to u/g. എങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ടോ അതെടുത്തത്? അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ചോദ്യം എന്തായിരുന്നു? ചോദ്യം u ഇനീഷ്യൽ വെലോസിറ്റിയിൽ എന്താണ് ഒരു ബോഡി മുകളിലോട്ടേക്ക് എറിയുന്നു. അത് മാക്സിമം ഹൈറ്റിലെത്താൻ എടുക്കുന്ന ടൈമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ എന്താക്കി നമ്മൾ കുട്ടപ്പനായിട്ടൊരു പിക്ചർ അങ്ങോട്ട് വരച്ച് വെച്ചു. പിക്ചറിലെ ടൈം കളയുകയാണെങ്കിൽ പിക്ചറിന് മാർക്കില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ പിക്ചറിലെ ടൈം കളഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സോ ജസ്റ്റ് റഫായിട്ടൊരു ഫിഗർ വരച്ചു. ഇനീഷ്യൽ വെലോസിറ്റി u ആണെന്ന് അറിയാം. മാക്സിമം ഹൈറ്റിലെത്തുന്ന സമയത്ത് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. മുകളിലോട്ട് പോകുന്ന കേസിൽ അല്ലെങ്കിൽ താഴോട്ട് വരുന്ന കേസിൽ ഏത് കേസ് ആയിക്കോട്ടെ നമ്മുടെ ആക്സലറേഷൻ എന്തായിരിക്കും? ആക്സലറേഷൻ്റെ ഒരു ഗ്രാവിറ്റി ആയിരിക്കും ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ടൈമാണ് നമുക്ക് കാണേണ്ടത്. സോ എന്താണ് v is equal to u plus at എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്തു. കാരണം നമുക്കത് വല്ലാണ്ട് ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും നമുക്കറിയില്ല. സോ അതുകൊണ്ട് ഞാൻ എന്താക്കി v is equal to u plus at എന്ന് പറഞ്ഞ ഇക്വേഷൻ സെലക്ട് ചെയ്തു. അതിലേക്ക് എന്താണ് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പുട്ട് ചെയ്ത് കൊടുത്തു. കാരണം എന്തൊക്കെയാണ്? v is equal to 0 ആണെന്നറിയാം, 0 കൊടുത്തു. u ഇനീഷ്യൽ വെലോസിറ്റി u ആണെന്നറിയാം, സോ u കൊടുത്തു. ആക്സലറേഷൻ എന്താണ്? -g ആണെന്നറിയാം, സോ -g കൊടുത്തു. ടി ഇതിൽ നിന്ന് ടി ഞാൻ സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്.
ടീനെ സെപ്പറേറ്റ് ആക്കി എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടി ഇസ് ഈക്വൽ ടു യു ബൈ ജി എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഈ ടി ഇസ് ഈക്വൽ ടു യു ബൈ ജി എന്ന ടൈമിലാണ് എന്ത് അത് മാക്സിമം ഹൈറ്റിലെത്തുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇതേ പ്രോബ്ലം ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത്, വിച്ച് ഈസ് ദ കറക്റ്റ് ഫോർമുല ഓഫ് ഫൈൻഡിങ് ആക്സിലറേഷൻ. നിങ്ങൾ മാത്സിൽ എന്താണ് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ പഠിക്കുന്നുണ്ടാവും. സോ അത് എളുപ്പമാക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. 6ന്റെ കേസിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. സോ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ഡിസ്റ്റൻസിനെ ഒരു പ്രാവശ്യം നമ്മൾ എന്താക്കാം, ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായാലും കുഴപ്പമില്ല, ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഓക്കെ, അതായത് dx/dt ആണെന്ത് നമ്മുടെ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഈ വെലോസിറ്റിനെ നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ദാറ്റ് ഈസ് dv/dt. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ഇനി ഈ ആക്സിലറേഷനെ നമ്മൾ ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താക്കാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. വെലോസിറ്റിനെ ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വിചാരിച്ചോ, 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടില്ലേ? കാരണം ഒറ്റ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വെലോസിറ്റിയാണ് കിട്ടുക. അപ്പോൾ ആ വെലോസിറ്റിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, എന്തായി? ആക്സിലറേഷൻ കിട്ടി. സോ എന്ത് കിട്ടും? d²x/dt² കിട്ടും. ഓക്കെ, d²x/dt² കിട്ടും. അതെന്താണ്? ആക്സിലറേഷനാണ്. സോ നമുക്കിതിൻ്റെ ആൻസർ എന്ത് പറയാം? ഇത് അല്ലേ, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു d²x/dt². d²x/dt². ഇതാണ് എന്ത് കറക്റ്റ് ഫോർമുല ഫൈൻഡിങ് ആക്സിലറേഷൻ. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഇറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ 4 seconds. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ. ഒരു മിനിറ്റ്, ഹൈറ്റ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ കേസിൽ എന്തായിരിക്കും? ഹൈറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും? ഈ കേസിൽ നമ്മളോട് ഹൈറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ചോ, എന്തായിരിക്കും? b is equal to u² + 2as എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുത്താൽ മതി. v² എന്താണ്? 0 ആണ്. is equal to u എന്താണ്? u² തന്നെയാണ്. പ്ലസ് 2 × -g. എസിൻ്റെ താഴോട്ടോ മുകളിലോട്ടോ പോകുന്ന കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താക്കും? നമ്മൾ ഹൈറ്റ് ആയിട്ടാണ് എടുക്കുക. സോ എസിന് പകരം h വരും. സോ u² - 2gh അല്ലേ, 2gh. ഈ 2gh ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് കിട്ടും എനിക്ക്? 2gh is equal to u² കിട്ടി. സോ h is equal to u²/2g. ഇതാണെന്ത്? ഹൈറ്റാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. v² is equal to u² + 2as എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുത്തു. എസിന് പകരം എന്തായിരിക്കും? h ആയിരിക്കും വരിക. v എന്താണ്? 0 ആണ്. u എന്താണ്? u തന്നെയാണ്. സോ എക്ക് പകരം g - g കൊടുത്തു. സോ u² - 2gh വരും. ഇതിനെ അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് 2gh is equal to u² എന്ന് കിട്ടും. സോ എച്ചിനെ അവിടെ നിർത്തിയിട്ട് 2gh ഇങ്ങോട്ട് വരുന്ന സമയത്ത് u²/2g. ഓക്കെ, ഇതാണ് നമ്മുടെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഇറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ 4 seconds. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം u എന്തായിരിക്കും? 0 ആണെന്ന് നമുക്കറിയാം. ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ u0 ആയിരിക്കും. ഇറ്റ് റീച്ചസ് ദി ഗ്രൗണ്ട് ഇൻ 4 seconds. ടൈം തന്നിട്ടുണ്ട് 4 seconds. 4. ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്താക്കണം നമ്മൾ? ആക്സിലറേഷൻ എന്തായിരിക്കും? -g ആയിരിക്കില്ലേ? സോ -9.8 ആയിരിക്കും. സോ s is equal to ut + ½ at². എന്താണ് ഞാൻ ഇക്വേഷൻ സെലക്ട് ചെയ്തത്? യെസ്, v നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ സെലക്ട് ചെയ്തത്. ഓക്കെ, സോ എസിന് പകരം ഞാൻ എന്താക്കി? h എടുക്കുകയാണ്.
എ ബോൾ ഈസ് ഡ്രോപ്പ്ഡ് അല്ലേ, ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യാണ്. സോ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഒക്കെ നെഗറ്റീവ് ആയിരിക്കും അല്ലേ, യു നെഗറ്റീവ് ആയിരിക്കും. താഴോട്ട് വരുന്ന സമയത്ത് നെഗറ്റീവ് ആയിരിക്കില്ലേ, നെഗറ്റീവ് ആയിരിക്കും. താഴോട്ട് വരുന്ന കേസിൽ യു നെഗറ്റീവ് ആയിരിക്കും, മൈനസ് യു ആവും. പിന്നെ എന്താവും, എസ് എന്താവും, മൈനസ് എച്ച് ആവും. പിന്നെ ആക്സലേഷൻ എസ് ഇക്വൾ ടു മൈനസ് ജി ആവും. സോ എച്ച് എന്താവും, മൈനസ് എച്ച് ആവും അല്ലേ, എസ് ഇക്വൾ ടു മൈനസ് യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു മൈനസ് ജി ടി സ്ക്വയർ. യു എന്താണ്, 0 ആണ്. സോ ഇത് ടേം ഫുള്ളായിട്ട് 0 ആയിപ്പോൾ. മൈനസ് എച്ച് ഇസ് ഇക്വൽ ടു മൈനസ് ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് ജി എന്താണ് 9.8 ഇൻറ്റു ടി എന്താണ് 4 സ്ക്വയർ. 4 സ്ക്വയർ 16 ആണ്. സോ ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു 16. സോ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 8 കിട്ടും അല്ലേ. 9.8 ഇൻറ്റു 8 എത്രയാണ്, 9.8 ഇൻറ്റു 8 വരിക. സത്യം പറയാമല്ലോ, എനിക്ക് മൈൻഡ് കാൽക്കുലേഷൻ തീരെ വശമില്ല. അതുകൊണ്ടാണെന്ത് കാൽക്കുലേറ്ററിലെ കാട്ടിൽ ഇന്ന് 1 മുതലേ മാത്സ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ, മൈൻഡ് കാൽക്കുലേഷൻ തീരെ ഇല്ല എനിക്ക്. 9.8 ഇൻറ്റു 8 സോ മൈനസ് 78.4 മൈനസ് എച്ച്. രണ്ട് ഭാഗത്ത് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ക്യാൻസലായി. സോ എന്ത് കിട്ടി, എച്ച് ഇസ് ഈക്വൽ ടു 78.4 മീറ്റർ 78.4 മീറ്റർ എന്ന് കിട്ടി ഹൈറ്റ്. ഇനി നിങ്ങളോട് പറയുകയാണ് എന്ത്, ഫ്രീലി ഫോളിങ് കേസിലുള്ള ഹൈറ്റ് കണ്ടുപിടിക്കാൻ, വെലോസിറ്റി കണ്ടുപിടിക്കാൻ, ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയാണ് ഫ്രീ ഫോളിൻ്റെ കേസിൽ. ടൈമൊന്നും നമുക്ക് തന്നിട്ടില്ല. നേരത്തെ 5th സെക്കൻഡിൽ കണ്ടുപിടിച്ചെങ്ങനെയായിരുന്നു, നമുക്ക് അവിടെ ടൈം അറിയായിരുന്നു. ഇവിടെ ടൈമൊന്നും നമുക്കറിയില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫ്രീ ഫോളിങ് കേസിൽ എന്താണ്, ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, ഫൈൻ ദി ഫൈനൽ വെലോസിറ്റി ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഫോൾ. ഓക്കെ, ഫ്രീ ഫോളിൻ്റെ കേസിൽ അപ്പോൾ ഫ്രീ ഫോൾ ആണ്, യു എന്തായിരിക്കും 0 ആയിരിക്കും. വി ആണ് നമുക്ക് കാണേണ്ടത്, എന്താണ് എച്ച് ഹൈറ്റ് ഉണ്ടാവും. സോ നമുക്ക് എന്താ പറയുക, വി ആണ് നമുക്ക് കാണേണ്ടത്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എ എന്തായിരിക്കും, മൈനസ് ജി ആയിരിക്കും അല്ലേ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതെന്താണ് 0 പ്ലസ് 2 ഇൻറ്റു മൈനസ് ജി. എസ് ആയിരിക്കും എന്തായിരിക്കും, എച്ച് ആയിരിക്കും. താഴോട്ട് വരുന്ന കേസിൽ എച്ച് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കില്ലേ, നെഗറ്റീവ് ഇൻറ്റു മൈനസ് എച്ച്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 നെഗറ്റീവ് എന്താവും, പോസിറ്റീവായിട്ട് മാറും. സോ 2gh. സോ എന്ത് കിട്ടും, വി ഇസ് ഈക്വൽ ടു √2gh. ഇതാണെന്ത് ഫ്രീ ഫോളിൻ്റെ കേസിലുള്ള ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം 2gh. വി ഇസ് ഈക്വൽ ടു √2gh. അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനും ആൻസറും പാടമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതെന്നാണ് പറയുന്നത്. എന്താണ്, ഫസ്റ്റ് നമ്മൾ പഠിച്ചു ടൈപ്പ് ഓഫ് മോഷൻസ് പഠിച്ചു അല്ലേ. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ അല്ലേ. എക്സ് അല്ലെങ്കിൽ വൈ സെഡ് പ്ലെയിൻ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ഡയമെൻഷനായിരിക്കും അല്ലേ. സ്ട്രെയിറ്റ് ലൈനിലൂടെ മോഷനാണ് 1 ഡയമെൻഷനിൽ. 2D എന്താണ്, 2 ഡയമെൻഷനിൽ എന്താണ്, പ്ലെയിനിലൂടെ അല്ലേ. എക്സ് വൈ അല്ലെങ്കിൽ വൈ സെഡ് അല്ലെങ്കിൽ സെഡ് എക്സ് സെഡ് ഇവ വേണ്ടി വരും. 3 ഡയമെൻഷൻ എന്താണ്, സ്പേസ് കൂടെയുള്ള എക്സ് വൈ സെഡ് 3 ഒരുമിച്ച് യൂസ് ചെയ്യും. ഓക്കെ, എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ അല്ലേ. നമ്മൾ പോയ പാത്തിൻ്റെ ആക്ച്വൽ ഡിസ്റ്റൻസ് ആണെന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, പോയ പാത്തിൻ്റെ ലെങ്ത്ത്. ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചാൽ അങ്ങനെയല്ലായിരുന്നു, നമ്മൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആയിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനലും ഇനീഷ്യലും. ഓക്കെ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഇത് സ്പീഡ് എന്തായിരുന്നു, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്നാണ് കൊടുത്തത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പീഡും വെലോസിറ്റിയും സെയിം ആണ്. സ്പീഡിന് ഡയറക്ഷൻ കൊടുക്കുമ്പോഴാണ് എന്ത് അത് വെലോസിറ്റി ആയിട്ട് മാറുന്നത്. അപ്പം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കില്ലേ സ്പീഡിനും. സോ അതുകൊണ്ടാണ് എന്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എഴുതിയത്. അല്ലാതെ സ്പീഡ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, യെസ്, ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ആണോ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്യുന്നത് അതാണ് അതിൻ്റെ സ്പീഡ്.
വെലോസിറ്റി എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ആക്സലറേഷൻ അതേപോലെ തന്നെ പറഞ്ഞു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഡീസലറേഷൻ എന്താണ്? യെസ്, നെഗറ്റീവ് ആക്സലറേഷൻ. ഇതിലും നല്ലത് എന്താണ്? സ്പീഡ് കുറയുന്ന സമയത്ത് ആക്സലറേഷൻ ഓപ്പോസിറ്റ് ആവും അല്ലേ? ആ ഓപ്പോസിറ്റുള്ള ആക്സലറേഷൻ ആണെന്ത്? ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. ഓക്കെ. യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്തായിരുന്നു? കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റിക്ക് അവിടെ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. നോൺ യൂണിഫോം മോഷനിലാണെങ്കിൽ ആക്സലേറ്റഡ് മോഷൻ ആയിരിക്കും. അവിടെ എന്തായിരിക്കും? വെലോസിറ്റി ചേഞ്ച് വരും. ചേഞ്ച് ഇൻ വെലോസിറ്റിയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആക്സലേഷൻ ഉണ്ടാവുള്ളൂ. സോ നമ്മൾ ഈ ഇതിൽ പഠിച്ച എന്താണ് ഫോർമുലാസ് ആണ്. ഏവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഏവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ആക്സലേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഏവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ. ഏവറേജ് വെലോസിറ്റി സ്പീഡ് അല്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ. ഏവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ആക്സലേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ. അതിനുശേഷം നമ്മളെന്ത് ഗ്രാഫുകളെ പഠിച്ചു അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫാണ്. റെസ്റ്റിലുള്ള ബോഡീൻ്റെ എങ്ങനെയാണ്? യെസ്, പാരലൽ ടു ടൈം ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ്. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതാണ് പാരലൽ ടു എക്സ് ആക്സിസ്. പിന്നെ യൂണിഫോം മോഷനിലാകുന്ന സമയത്ത് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ തന്നെയായിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണിതും അല്ലേ? എന്താണ്? ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ്, ഇൻക്ലൈൻഡ് ടു എക്സ് ആക്സിസ്. യൂണിഫോം ആക്സിൽ എന്തായിരിക്കും? ഈ ഒരു ഷേപ്പിലായിരിക്കും അല്ലേ? പരാബോളയുടെ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക യൂണിഫോം ആക്സിലേഷൻ. അടുത്ത് നമ്മൾ പറയുന്നത് വെലോസിറ്റിയാണ്. വി ആണിത്. വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ എങ്ങനെയായിരിക്കും? യെസ്, എക്സ് ആക്സിസ് കൂടെ ആയിരിക്കും ഉണ്ടാവുക. ഇതെന്താണ്? സ്ട്രെയിറ്റ് ലൈൻ തന്നെയായിരിക്കും. യൂണിഫോം മോഷനുള്ളത് എങ്ങനെയായിരിക്കും? യെസ്, സ്ട്രെയിറ്റ് ലൈൻ. എന്താണ്? പാരലൽ ടു എക്സ് ആക്സിസ്. യൂണിഫോം ആക്സിലേറ്റഡ് ആകുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈൻ, ഇൻക്ലൈൻഡ് വിത്ത് ടൈം ആക്സിസ്. റിട്ടാർഡേഷൻ നെഗറ്റീവ് ആയിരിക്കും. സോ ഡിക്രീസ് ചെയ്യും സ്പീഡ്. നെക്സ്റ്റ് എന്താണ്? യെസ്, ആക്സിലേഷൻ ടൈം ഗ്രാഫാണ്. യൂണിഫോം ആക്സിലേഷൻ്റെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ എന്താണ്? ആക്സിലേഷൻ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു ഇത് നിങ്ങൾക്ക് ഓർത്ത് വെച്ചാൽ മതി. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഗ്രാഫ് നമുക്ക് സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അതിൽ നിന്ന് ഏരിയ അണ്ടർ ഒന്നുമില്ല. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഒരു സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ആയിരിക്കും. എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടുക, ഏരിയ അണ്ടർ. ടി ഗ്രാഫിൽ എന്താണ്? സ്ലോപ്പില്ല. ഏരിയ അണ്ടർ എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. ഓക്കെ. കൈനമാറ്റിക് ഇക്വേഷൻസ് എന്താണ്? വെലോസിറ്റി ടൈം റിലേഷൻ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിൽ ഞാൻ ഫസ്റ്റ് പഠിപ്പിച്ചെന്ന മെത്തേഡ് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ എങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത് ഡിറൈവ് ചെയ്യുന്നത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. അതാണ് എക്സാമിന് കൂടുതൽ പ്രാവശ്യം ചോദിക്കാറുള്ളത്. ഓക്കെ. അങ്ങനെ നമ്മൾ ചാപ്റ്റർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്താണ് ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ. താങ്ക് യു ഫോർ ഓൾ. ബൈ.